ദുനിയാവിൽ എന്ത് ഹസനത്ത് ലഭിക്കുന്നുണ്ടോ അത് പരലോകത്ത് എങ്ങനെ ഉപകാരപ്പെടുത്താമെന്ന് ചിന്തിക്കുകയും വേണം. അള്ളാഹു എന്തൊരു വിഭവമാണോ നൽകിയത് അത് ഉപയോഗിച്ച് പരലോകത്തെ നിങ്ങൾ അന്വേഷിക്കണം. ഏത് അറിവിലൂടെയും പരലോകത്തെ അന്വേഷിക്കുകയും വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു അറിവും ചെറുതല്ല. നമുക്കറിയാം, മനുഷ്യൻ അറിവ് നേടുന്നത് വ്യത്യസ്തങ്ങളായ മാർഗങ്ങളിലൂടെയാണ്. ഈ ഭൗതിക പ്രപഞ്ചത്തെ നിരീക്ഷിച്ചുകൊണ്ട്, ഭൂമിയെ, ആകാശങ്ങളെ, ഇവിടെ നടക്കുന്ന പ്രതിഭാസങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് അറിവ് നേടുക എന്നുള്ളത് അള്ളാഹു സംവിധാനിച്ച സംവിധാനത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കളിൽ ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തി. പക്ഷേ എങ്ങനെ മറവ് ചെയ്യണമെന്നറിവ് പോലും ഇല്ലായിരുന്നു. എങ്ങനെയാണ് അള്ളാഹു അത് പഠിപ്പിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫബഅസ അല്ലാഹു ഗുറാബൻ യബ്ഹസു ഫിൽ അർദ് ലിയുരിയഹു കൈഫ യുവാരി സൗഅത അഖി ഖാല യാ വൈലതാ അഅജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഗുറാബ് ഫഉവാരി സൗഅത അഖി ഫഅസ്ബഹ മിനൻ നാദിമീൻ. അള്ളാഹു ഒരു കാക്കയെ അയച്ചു. ആ കാക്ക ഭൂമിയിൽ ഇങ്ങനെ ചെറിയ കുഴികളെടുത്തുകൊണ്ട് ഓരോന്നിങ്ങനെ മൂടുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കാണ് ആ കാക്കയെ അയച്ചത്. അപ്പോൾ ഈ മനുഷ്യൻ ആ കാക്കയെ നിരീക്ഷിക്കുകയാണ്. കാക്ക എന്താണ് ചെയ്യുന്നത്? എനിക്ക് ആ കാക്കയുടെ അറിവ് പോലും ഇല്ലാതായല്ലോ, ഇങ്ങനെയാണ് ഈ ഭൗതിക ശരീരത്തെ മറമാടേണ്ടത് എന്ന് ആ ആദിമ മനുഷ്യൻ പഠിക്കുന്നത് പോലും കാക്കയുടെ പ്രവർത്തനത്തിലാണ്. ആ കാക്കയെ പറഞ്ഞയച്ചത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ